അങ്ങനെ 3000 തവണ പൂർത്തിയാകുമ്പോ ആ റമദാൻ കഴിയലോടുകൂടി 1000 ഖത്ം ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് സമ്പാദിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഈ കൂട്ടത്തിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓദിക്കോ. എത്രമാത്രം ഇഖ്ലാസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുമോ അധികരിപ്പിക്കുക. ഇത്ര വലിയ പ്രതിഫലം കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ ഹൃദയം കട്ട പിടിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഹൃദയം തുരുമ്പിച്ചു പോയിട്ടുണ്ടല്ലോ. ഈ ഖുർആൻ പാരായണത്തിലൂടെ, ഈ ഇഖ്ലാസിന്റെ പാരായണത്തിലൂടെ ആ ഹൃദയത്തിന്റെ തുരുമ്പ് നശിക്കുകയും അത് തിളങ്ങുകയും വിളങ്ങുകയും ചെയ്യും. അങ്ങനെ ഇബാദത്ത് ആസ്വദിച്ച് നിർവഹിക്കാനും നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഹൃദയം ലോലമാവാൻ, ഹൃദയം മൃദുലമാവാൻ രണ്ടാമത്തെ വഴി, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്. ആ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ്, ആയിഷ ബീവിയോടാ ചോദിക്കുന്നത്, മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, എൻ്റെ മനസ്സ് വല്ലാതെ കട്ടിയാണ്. നിസ്കരിക്കാൻ നിന്നാൽ ഭക്തിയില്ല, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ പേടിയില്ല, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പേടിയില്ല, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ ആഗ്രഹമില്ല, വലിയ ഭയഭക്തിയൊന്നുമില്ല, വലിയ ഖുശൂ ഒന്നുമില്ല, ആരാധനകളിൽ ആസ്വാദനമില്ല. അതുകൊണ്ട് വല്ല പരിഹാരവും പറഞ്ഞു തരണം, എൻ്റെ ഹൃദയമൊന്ന് മൃദുലമാവണം, അതിന് വലിയ പരിഹാരവും പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി പറയുകയാ, അക്സിരി ദിക്റൽ മൗത്ത്. മരണത്തെ കുറിച്ച് ധാരാളം നീ ഓർക്കുക, എന്നാൽ യറുഖു ഖൽബകി, അതിന്റെ ഹൃദയത്തെ ലോലമാക്കുമെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. മരണത്തെ നല്ലോണം ഓർത്താൽ ഹൃദയം ലോലമാകും. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ അലീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. മരണത്തെ നല്ലോണം ഓർക്കത്ര എത്ര ചെറുപ്പക്കാരാ പെട്ടെന്ന് മരിച്ചു പോയത്.